December 16 റിസൾട്ട് അറിഞ്ഞിട്ട് ആകെ ജഗബോഗയിൽ നിൽക്കുകയാണ്. ഞാനിപ്പോൾ വന്നിട്ട് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇവനെന്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ പോണ വഴിക്ക് ചിലപ്പോൾ റിസൾട്ട് അറിഞ്ഞിട്ടുള്ള ചില ആഘോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നാട്ടിലിറങ്ങി വീട്ടിലെത്തി നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ വിവരം അറിയിച്ചു. അടുത്ത ദിവസം തന്നെ വോട്ട് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരെത്തി. അങ്ങനെ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ക്വാറൻറ്റൈനിലാണെങ്കിലും കുട്ടികളൊക്കെ ജനലുള്ളിൽ കൂടെ നമ്മുടെ ജ്യേഷ്ഠന്മാർ കുട്ടികളൊക്കെ ആയിട്ട് ലുഡോ കളിയും സംസാരമൊക്കെയാണ്. അവർ നമുക്ക് എത്ര നിയന്ത്രിച്ചാലും ഓരോരുത്തർ ബാക്കിലൂടെ ഡോറൊക്കെ തുറന്നു പോയി. എങ്കിലും ക്വാറൻറ്റൈനാണ്. കുറേയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ 7 ദിവസം കഴിഞ്ഞു. 16 ഡിസംബറിന് റിസൾട്ട് അറിഞ്ഞു. അപ്പോൾ റിസൾട്ടിൻ്റെ ഒരു ജനാധിപത്യത്തിലെ ഒരു ഉത്സവമാണല്ലോ നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം അതിലേറെ ഉദ്യോഗജനകമായിട്ടുള്ള ഒരു ദിവസവും സമയങ്ങളാണ്. അപ്പോൾ അത് ശരിക്കൊന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോവിഡ് ടെസ്റ്റ് എടുത്ത് റിസൾട്ട് നെഗറ്റീവായി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ നേരെ ടെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വാക്കാടുള്ള ഡോക്ടർ അങ്കിൾ എന്ന് പറയുന്ന മനസ്സു ഡോക്ടർ ക്ലിനിക്കിലേക്കാണ് പോകുന്ന വഴിയിലൊക്കെ വിജയാഘോഷത്തിൻ്റെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ കണ്ട് ഏകദേശം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് വാക്കാട് എന്ന് പറയുന്ന പ്രദേശം. എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ടെസ്റ്റ് എടുക്കാനാണ് നമ്മുടെ മൂക്കിൽ കാണാൻ എടുക്കുന്നത് പറഞ്ഞു. ഇവിടുന്ന് ഇറങ്ങി പോകുന്നവരൊക്കെ കണ്ണും മൂറൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. ഞാൻ 2 പ്രാവശ്യം അവിടുന്ന് എടുത്താണ്. പക്ഷേ കുറച്ച് വേദനയുടെ ഉള്ളിലേക്ക് ഇടുന്നുണ്ടെങ്കിലും വല്ലാണ്ടല്ലായിരുന്നു. എന്തായാലും നോക്കട്ടെ, എടുത്തോളി. രണ്ട് മൂക്കിൽ കൂടെ തുമ്മൽ വരുമ്പോഴും ആ സമയത്തല്ലേ 2 മൂക്കിൽ കൂടെ ഉണ്ട്. അവിടെ നിന്നൊക്കെ 1 മൂക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും റിസൾട്ട് കറക്റ്റ് ആയിക്കോട്ടെ, ചെക്കണ്ട. അപ്പോൾ ശരി, ഇനി റിസൾട്ടിന് വെയിറ്റിംഗ് ആണ്. ഓക്കെ, ആൻറ്റിജൻ ടെസ്റ്റാണ് എടുക്കുന്നത്. അപ്പം 1/2 മണിക്കൂറിനുള്ളിൽ അറിയുള്ളൂ അല്ലേ? 1/2 മണിക്കൂറിനുള്ളിൽ ഇവർ അറിയും. കഴിഞ്ഞു 625 രൂപയാണ് ഇവിടെ. ആൻറ്റിജൻ ടെസ്റ്റ് 1/2 മണിക്കൂറിൽ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും. പുറത്തൊക്കെ ഭയങ്കര വിജയാഘോഷത്തിൻ്റെ പരിപാടിയാണ്. ഇവർ വീട്ടിൽ വന്നൊരു ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടായി തന്നെ അടുത്തുള്ളൊരു വാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മൻസൂർ ഡോക്ടറെ ഒരു ക്ലിനിക്കാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വരട്ടെ, എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ പുറത്ത്. 3/4 മണിക്കൂർ കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടി. റിസൾട്ട് നെഗറ്റീവാണ്. അപ്പോൾ പിന്നെ ഇനി ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ വോട്ടെണ്ണൽ കേന്ദ്രമായിട്ടുള്ള സിഡി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്ക്, SSM പോളിടെക്നിക്ക്, ഞാനൊക്കെ പഠിച്ചത് അവിടെയാണ്. അവിടെ പോവാം. അവിടെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ കോവിഡ് ആയതുകൊണ്ട് ആളുകളെ ഒന്നും അധികം അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി അവിടുത്തെ ആ ഒരു ആവേശകരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് റിസൾട്ട് അറിഞ്ഞ് വരുന്നുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ 1ാം വാർഡിലൊരു വലിയൊരു അട്ടിമറി വിജയം UDFനുണ്ടായി. അതുപോലെ തന്നെ പല പഞ്ചായത്തുകളിലും പല അട്ടിമറികളും LDFനും UDFനും ഒക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ ആളുകളുടെ വിജയാഘോഷങ്ങളും ഘോഷയാത്രകളൊക്കെ നമ്മൾ പോകുന്ന വഴിയെ തന്നെ കാണുന്നുണ്ട്. എന്തായാലും നമ്മുടെ പോളിടെക്നിക്കിൻ്റെ മുന്നിലെത്തുമ്പോൾ അത് വേറെ തന്നെ ഒരു കാഴ്ചയാണ്. അവിടെ ഒരുപാട് ആളുകൾ പുറത്തിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. മനസ്സിലിങ്ങനെ ഹൃദയമിടിപ്പോട് കൂടി നിൽക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടാവും. അത്രയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ടാവും. വിജയം വളരെ കട്ടക്ക് മത്സരങ്ങൾ നടന്നിട്ടുള്ള പഞ്ചായത്തുകളും ബ്ലോക്ക് ഡിവിഷനുകളും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഡിവിഷനുകളൊക്കെ അറിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സിഡി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ്. അങ്ങനെ ഏകദേശം അതിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഇതേപോലെ കാത്തു നിൽക്കുന്നുണ്ട്. ഇതിലും വലിയ രസകരമായ ആവേശകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ആളുകളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഒന്ന് കണ്ട് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പോകുന്ന വഴിയിലും നാട്ടിലൊക്കെയുള്ള കാഴ്ചകളും
ഘോഷയാത്രകളൊക്കെ കാണാം എന്നാണ് ഉദ്ദേശിച്ച് ഇറങ്ങിയതാണ്. വിജയം വരിച്ച സ്ഥാനാർത്ഥികൾ ലഡു വിതരണവും ആവശ്യത്തോടെയുള്ള ചെറുപ്പക്കാരുടെ നമ്മുടെ ആവശ്യ കാഴ്ചകളൊക്കെ നമ്മൾ വഴിയെ കണ്ടു. വിജയിച്ച ഒരുപാട് സ്ഥാനാർത്ഥികൾ ഘോഷയാത്ര നടത്തി പോകുന്നതും അങ്ങനെ നിരവധി കാഴ്ചകൾ നമുക്ക് ഈ വഴിയെ നമുക്ക് കാണാൻ പറ്റി. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. നിങ്ങൾ ഇത് കാണുന്നവർ ആരെങ്കിലും സാമ്പാർ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കോവിഡ് കാലത്ത് യാത്ര ചെയ്ത് തിരിച്ച് വന്ന് ക്വാറൻറ്റൈൻ കഴിഞ്ഞു കോവിഡ് ടെസ്റ്റ് ചെയ്ത് ഫലപ്രഖ്യാപന ദിവസത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.